നമ്മൾ രാജസ്ഥാനിലേക്ക് പോയാൽ വല്ലാത്ത അവസ്ഥയാണ് രാജസ്ഥാനിൽ. ഇപ്പോൾ അവിടെ ഉഷ്ണതരംഗത്തിൽ 9 പേർ മരിച്ചു എന്ന വാർത്ത വരികയാണ് ഈ പ്രഭാതത്തിൽ. ഇവിടെ മഴ, അവിടെ ഉഷ്ണം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. രാധാകൃഷ്ണൻ നമുക്കൊപ്പം വിശദാംശങ്ങൾ നൽകാനുണ്ട്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണൻ, ഡൽഹിയിലുമൊക്കെ തന്നെ ഉത്തരേന്ത്യയിലൊക്കെ നല്ല ചുട്ടു പഴുക്കുകയാണെന്നാണ് ഞാൻ കേട്ടത്. കേരളത്തിൽ നമ്മൾ മഴ കൊണ്ട് പഴുക്കുന്നു, വലിയ വ്യത്യാസമില്ല. അപ്പോൾ രാജസ്ഥാനിലെ അവസ്ഥ എങ്ങനെയാണ്? അവിടെ 9 പേർ മരിച്ചു ഉഷ്ണതരംഗം കൊണ്ട് എന്ന് വാർത്ത വരുന്നു. ഇത്തിരി ഷോക്കിംഗ് ആണ്, പറയും. ഈ ചുട്ടുപൊള്ളുകയാണ് എന്ന് പറയാം. കാരണം അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. എല്ലായിടങ്ങളിലും, ഉത്തരേന്ത്യയിലെ ഏതാണ്ട് എല്ലാ ഇടങ്ങളിലും താപനില 45 ഡിഗ്രിക്ക് മുകളിലാണ്. രാജസ്ഥാനിൽ 49 ഡിഗ്രി വരെ ഈ താപനില പലയിടങ്ങളിലും എത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് സ്കേൻ, ഈ 50 ഡിഗ്രി വരെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ താപനില എന്നൊക്കെ പല മേഖലകളിൽ നിന്നും അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുണ്ട് ഈ രാജസ്ഥാനിൽ. പക്ഷേ ഈ 50 കടക്കാനായിട്ട് അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാനായിട്ട് സർക്കാർ തയ്യാറാകത്തില്ല. കാരണം 50 ഡിഗ്രിക്ക് മുകളിലോട്ട് ചൂട് പോയി കഴിഞ്ഞാൽ ഈ റെഡ് അലർട്ട് കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പൊതു അവധിയൊക്കെ നൽകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ 49 എന്നുള്ളത് ഔദ്യോഗിക കണക്കാണെങ്കിൽ അനൗദ്യോഗികമായിട്ട് അതിന് മുകളിലേക്ക് ചൂട് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. 9 പേർക്കാണ് ഇന്നലെ രാജസ്ഥാനിൽ ഈ ചൂട് അവരുടെ ജീവൻ എടുത്തിരിക്കുന്നത്. ഈ രാജസ്ഥാനിലെ ജയ്സാൽമീർ ഉൾപ്പെടെയുള്ള 3 ജില്ലകളിൽ നിന്നാണ് ഈ 9 പേർക്കും ജീവൻ നഷ്ടമാകുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. പലയിടങ്ങളിലും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത വിധത്തിലാണ് രാജസ്ഥാനിൽ ജനങ്ങളുടെ സാഹചര്യം എന്നതാണ്. ഉഷ്ണതരംഗത്തിനൊപ്പം നല്ല ചൂട് കാറ്റും ഈ ജനജീവിതത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. രാജസ്ഥാനിൽ മാത്രമല്ല, പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ് അടക്കമുള്ള എല്ലാ ഇടങ്ങളിലും റെഡ് അലർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത 5 ദിവസമെങ്കിലും ചുരുങ്ങിയത് ഇതേ രീതിയിൽ താപനില നിൽക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നാളെ ഈ സംസ്ഥാനങ്ങളിലെ ചിലയിടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എല്ലായിടങ്ങളിലും ഈ വോട്ട് ചെയ്യാനായിട്ട് എത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം, അവർക്ക് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ആവശ്യമായിട്ടുള്ളത് ഒരുക്കണം എന്നൊക്കെയുള്ള നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകിയിട്ടുണ്ട്. രാധാകൃഷ്ണൻ, മറ്റൊരു കാര്യം, ഈ ലോക്സഭയിലെ തെരഞ്ഞെടുപ്പിൻ്റെ 6ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലോ. അപ്പോൾ നാളെയാണല്ലോ 6 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണല്ലോ ഈ പരിപാടി. 58 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് കടക്കുന്നു എന്ന് അറിയുന്നു. എന്തൊക്കെയാണ് അതിൻ്റെ വിശദാംശങ്ങൾ? നാളെ തെരഞ്ഞെടുപ്പിനായിട്ടുള്ള തയ്യാറെടുപ്പുകളിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉള്ളത്. ഡൽഹി അടക്കമുള്ള 58 ഡൽഹിയിലെ 7 മണ്ഡലങ്ങൾ ഉൾപ്പെടെ 58 മണ്ഡലങ്ങളിലാണ് നാളെ പോളിംഗ് നടക്കാനായിട്ട് പോകുന്നത്. വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിന് സമ്മാനിച്ച അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും തുടർന്നുള്ള അദ്ദേഹത്തിന്റെ മോചനവും, ജാമ്യത്തിലുള്ള മോചനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തപ്പെടുന്ന ഒരു ദിവസമായിരിക്കും നാളെ ഉണ്ടാകുന്നത്. ഡൽഹിയിൽ വലിയ പ്രചരണമാണ് 2 മുന്നണികളെ സംബന്ധിച്ചും അവർ നടത്തി വന്നിരുന്നത്. ഇന്ന് നിശബ്ദ പ്രചരണ ദിവസത്തിലും അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം. വീടുകൾ തോറും, ഫ്ളാറ്റുകൾ തോറും കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിച്ച് അവസാനത്തെ വോട്ടും തങ്ങൾക്ക് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെയുള്ള നിരവധി ആളുകൾ, ഇരു പാർട്ടികളുടെയും, കോൺഗ്രസിൻ്റെയും BJPയുടെയും ഒക്കെയുള്ള നിരവധി ആളുകൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് മലയാളികളുടെ വോട്ടുറപ്പിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. SKന് അറിയാവുന്ന പോലെ ഡൽഹിയെ സംബന്ധിച്ച് ഡൽഹിയിലെ മലയാളികളുടെ വോട്ട് പലയിടങ്ങളിലും ഈ ദിൽഷാദ് ഗാർഡൻ ഒക്കെ അടക്കമുള്ള മേഖലകളിൽ വലിയ രീതിയിൽ വോട്ടുള്ളതാണ്. മയൂർ വിഹാർ, ആ മേഖലകളിലൊക്കെ വലിയ വോട്ട് മലയാളികൾക്കുണ്ട്. അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിന് കേരളത്തിൽ നിന്നുള്ള നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ ഡൽഹിയിലെത്തുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിച്ചു. ഏതായാലും ഇന്ന് വളരെ ശക്തമായിട്ട് നിശബ്ദ പ്രചരണ ദിവസം, വളരെ ശക്തമായിട്ടുള്ള വീടുകൾ കയറിയുള്ള പ്രചരണമായിരിക്കും നടത്താനായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടികൾ പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പഞ്ചാബിലെ റാലികളിൽ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം ആ റാലികളിൽ സംസാരിക്കുമ്പോൾ ഈ കർഷകരുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കനത്ത സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ.